പ്രേമലു 2-ഉം കരാട്ടെ ചന്ദ്രനും. അത് രണ്ടും ഈ വർഷം ഷൂട്ടിംഗ് ആരംഭിക്കും. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായിട്ടുള്ള ജിത്തു ജോസഫ് സാറിന് ഷാജോൺ ചേട്ടന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ചേട്ടന് തോന്നിയിട്ടുണ്ടോ? എന്താണ് ഇഷ്ടത്തിന് കാരണം? അങ്ങനെ പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും എന്നെ വിളിക്കണമല്ലോ. ദൃശ്യം കഴിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പൊ ഞാനും അതിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോഴേ അദ്ദേഹം വിളിക്കുള്ളൂ. ഞാൻ ജിത്തു ജോസഫ് എന്നൊരു ഫിലിം മേക്കറെ മനസ്സിലാക്കിയിട്ടുള്ളത് ആവശ്യമില്ലാതെ ഒന്ന് ഫോൺ ചെയ്യുന്നതോ ആവശ്യമില്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് പോയിട്ട് സംസാരിക്കുന്നതോ അദ്ദേഹത്തെ പോയി കാണുന്നതോ ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് അദ്ദേഹം. അത് എനിക്ക് ഇപ്പോഴല്ല, പണ്ട് മുതൽ അറിയാവുന്ന മൈബോസ് കഴിഞ്ഞ് മൈബോസിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷവും നമ്മൾ ഈ സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും, ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കുന്നത് സംസാരിച്ചേക്കണം എന്നാലും വേഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മൈബോസ് കഴിഞ്ഞ് അടുപ്പിച്ച് വിളിച്ചപ്പം ജിത്തു തന്നെ എന്നോട് പറഞ്ഞു, ഷാജോനെ ഇങ്ങനെ അടുപ്പിച്ച് വിളിക്കണമെന്നൊന്നുമില്ല കേട്ടോ, എൻ്റെ സിനിമയിൽ ഷാജോന് പറ്റുന്നൊരു വേഷം ഉണ്ടെങ്കിൽ ഞാൻ ഷാജോനെ വിളിച്ചിരിക്കും, അത് ഷാജോൻ എന്നെ വിളിച്ചാലും ശരി വിളിച്ചില്ലെങ്കിലും ശരി. അപ്പം നമുക്ക് ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതിനുശേഷമാണ് ഞാൻ പോലും ആഗ്രഹിക്കുക അദ്ദേഹത്തിന്റെ ദൃശ്യത്തിലോട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ദൃശ്യം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും എന്നെ വിളിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഷാജോണിന് പറ്റുന്ന ക്യാരക്ടർ വരുമ്പോൾ ഞാൻ ഷാജോണിനെ തന്നെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒരു പ്രത്യേക ഇഷ്ടത്തിന്റെ പുറത്തല്ല വരുന്നത്. ഇത് നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ, പ്രത്യേകിച്ച് ജിത്തു ജോസഫിനെ പോലെ അല്ലെങ്കിൽ പോത്തനെ എഴുതിക്കൊണ്ട് പറയല്ല, പോത്തനെ പോലെ ഞാൻ പോത്തെന്ന് പറയുന്നുണ്ട്, പോത്ത ഞാനൊരു അവസരം ചോദിച്ചുകൊണ്ട് പോത്തന്റെ സിനിമയിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നെങ്കിലും എൻ്റെ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ വരുമ്പോൾ എന്നെ തന്നെ വിളിക്കണം കേട്ടോ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എപ്പോഴും ഞാൻ പോത്തനെ കാണുമ്പോൾ സുഖമാണോ അടുത്ത പടത്തിൽ ഷാജോൺ നായകൻ കേട്ടോ, ഒരിക്കലും പോത്തൻ അങ്ങനെ തീരുമാനിക്കില്ല. അവരുടെ സിനിമകൾ നമുക്ക് പറ്റുന്നൊരു ക്യാരക്ടർ വന്നാൽ നമുക്ക് ഷാജോണിനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല നല്ല വേഷങ്ങൾ ചെയ്യാം. ഇവരെ പോലുള്ള പോത്തനെ പോലെ ജിത്തു ജോസഫ് അതുപോലുള്ള കഴിവുകൾ തെളിയിച്ചിപ്പോഴും നല്ല നല്ല സിനിമകൾ തന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സിന്റെയും റൈറ്റേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ശ്രദ്ധയിൽപ്പെടത്തക്ക രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഈ ജോജി മഹേഷിന്റെ പ്രതികാരം അതുപോലുള്ള റിയലിസ്റ്റിക് പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എപ്പോഴാണ് ഒരു ഫൈറ്റൊക്കെ ഉള്ള ഒരു കൊമേഴ്ഷ്യൽ മൂവി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? ശ്യാമുഷ്കറിന്റെ ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞ വയലൻസ് പാടില്ല, ഇപ്പം തന്നെ ഫൈറ്റുള്ള ഒരു സെക്കൻഡ് ഗ്യാപ്പ് എടുത്തു. അയ്യോ അതല്ല, അത് നമ്മള് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു പടം. അപ്പൊ ശ്യാമുഷ്കറിനായിട്ട് ഇനി ഒരു പടം ഉണ്ടാന്ന് പറഞ്ഞിട്ട് ഫഹദ് ഫാസിൽ തന്നെ ആയിരിക്കും നായകനായിട്ട് വരിക. ഇല്ല, അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ധാരണയിലേക്ക് ഒന്നും എത്തിയില്ല. ഞാനൊരു 2 സബ്ജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വട്ടത്തുനിന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ എഴുത്തിൻ്റെ പരിപാടിയിലാണ്. അത് റൗണ്ടായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യും. അതായത് കാസ്റ്റിംഗ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ്. ഭാവന സ്റ്റുഡിയോസിന്റെ അടുത്ത പ്രൊഡക്ഷൻ കരാട്ടെ ചന്ദ്രൻ ഫഹദ് ഫാസിലിനെ വെച്ചിട്ടാന്ന് പറയുന്നുണ്ട്. എത്രത്തോളം എന്താണ് അതിന്റെ കുറിച്ചുള്ള അപ്ഡേഷൻ എന്താണ് നിലവിലുള്ള? അതെ, അടുത്ത 2 പടങ്ങളാണുള്ളത്. ഒന്ന് പ്രേമലു 2-ഉം കരാട്ടെ ചന്ദ്രനും. അത് രണ്ടും ഈ വർഷം ഷൂട്ടിംഗ് ആരംഭിക്കും. ഇപ്പൊ പ്രീ പ്രൊഡക്ഷൻ ആണോ? പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.